അപ്പോൾ ലേശം ഇഡ്ഡലിയും ആ ഒരു ചെട്ടിനാടൻ ഗ്രേവി, അതായത് ആ മസാല കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. എന്തായാലും ഈ ഒരു ഇഡ്ഡലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. മസാല വേറെ ലെവലാണ്. ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിലെ 36ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം കുറവങ്കണം ജംഗ്ഷനിലുള്ള നമ്മ വീട് വസന്തഭവൻ എന്ന് പറയുന്ന ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഇത് തമിഴ്നാട് ബേസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ് കേട്ടോ. തിരുവനന്തപുരത്ത് 2 ഔട്ട്ലെറ്റ് മാത്രമേ അവർക്കിവിടെ ഉള്ളൂ. ഒന്ന് കുറവങ്കോണത്തും ഒന്ന് നമ്മുടെ ലുലു മാളാണ്. ഇവിടെ വൈകുന്നേരം മാത്രം കിട്ടുന്ന 1-2 സ്പെഷ്യൽ വെജിറ്റേറിയൻ ഡിഷുകളുണ്ട് കേട്ടോ. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് തുടരുക. കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നമ്മൾ നേരെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള ഫുഡുകളാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത്. അതിൽ 1-2 ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചാറ്റ് മസാലയൊക്കെ അവർ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ മെനു എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മെനുവാണ് കേട്ടോ. ഒരുപാട് ഡിഷസ് അവർ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ ഫൗണ്ടറാണ് കേട്ടോ. ഫൗണ്ടറിൻ്റെ പേരൊക്കെ വെച്ചിട്ടാണ് മെനു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏഷ്യൻ ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്റ്റാർട്ടേഴ്സ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഡ്ഡലി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ കടയിൽ അങ്ങനെ കണ്ടിട്ടില്ല. സൗത്ത് ഇന്ത്യൻ ഡിഷസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു പേജ് കൊടുത്തിട്ടുള്ളത്. ഞാനിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇവിടെ കുറച്ച് ഇഡ്ഡലിയുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് വൈകുന്നേരം മാത്രമേ കിട്ടത്തുള്ളൂ ഈ ഇഡ്ഡലി ഡിഷസ്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞതാണ് ഈ സ്വാതി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു ഇഡ്ഡലിയാണ്. അതാണ് ഒന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത്. ദോശയ്ക്കും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പ്ലെയിൻ ദോശയുണ്ട്, ബട്ടർ മസാല ദോശ, ഒനിയൻ ദോശ, പൊടി ദോശ, ഈ മസാല ദോശ, ഗീ റോസ്റ്റ് ഉണ്ട്, അതുപോലെ പെപ്പർ റോസ്റ്റ്, മൈസൂർ മസാല ദോശ എല്ലാം ഉണ്ട്. പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അതിന്ന് അവൈലബിൾ അല്ല, സുഷിയാണ് കേട്ടോ. സുഷി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഷെഫ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്. ഇതാണ് അവരുടെ സുഷിയുടെ മെനു കേട്ടോ. അവർ 1, 2, 3, 4, 5, 6 ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള സുഷി അവർ വെജ് സുഷി അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഷിക്കൊക്കെ ആ റേറ്റ് വരും കേട്ടോ. അപ്പോൾ അതിന്ന് ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് സ്പെഷ്യലായിട്ട് അവരൊരു വേറൊരു മെനു കൊടുത്തിട്ടുണ്ട്. ഒനിയൻ ബാജി, അങ്ങനെ പൊട്ടറ്റോ ബാജി, ബോണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഇഡ്ഡലി വിത്ത് വെജ് പായയുണ്ട്, ചില്ലി പൊറോട്ട ഉണ്ട്, കൊത്തി ഇടിയപ്പം ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിഷസ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് ഡിഷസ് വൈകുന്നേരം മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അവർ താലി മീൽസും കൂടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ താലി മീൽസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെനു ഉള്ളത്. താലി മീൽസിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത് 155 അവർ കൊടുത്തിരിക്കുന്നത്. അത് സ്പെഷ്യൽ വെജ് താലി മീൽസാണ്. പിന്നെ വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊങ്കൽ കിട്ടും കേട്ടോ. നെയ് പൊങ്കൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇഡ്ഡലിയും നെയ് പൊങ്കലാണ് ഓർഡർ ചെയ്യാൻ വിചാരിക്കുന്നത്. വൈകുന്നേരം അങ്ങനെ ഒരു സ്ഥലത്തും കിട്ടാറില്ല, രാവിലെ മാത്രമേ കിട്ടാറുള്ളൂ മിക്കവാറും കടകളിൽ പൊങ്കൽ. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ ഒരുപാട് ചാറ്റിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചാറ്റ് മസാലയൊക്കെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പാവ് ബജിയൊക്കെ ഉണ്ട്. പിന്നെ പ്ലെയിൻ സാൻഡ്വിച്ചൊക്കെ അവർ വൈകുന്നേര സമയങ്ങളിൽ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയിലാണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും വില കൂടുതൽ എന്ന് കേട്ടിട്ട് ആരും തെറി പറയാൻ വേണ്ടി നിൽക്കണ്ട. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണമെങ്കിൽ കുറച്ച് വിലയൊക്കെ വ്യത്യാസം വരും. നമ്മളെപ്പോഴും ഒരേ ടൈപ്പിലുള്ള ഫുഡ് ട്രൈ ചെയ്യാതെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വിലയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. വില കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഈ ഒരു നമ്മ വീട് വസന്തഭവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് 1974 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ചെയിനാണ്. ഒരുപാട് പാരമ്പര്യം അവർക്ക് പറയാനുണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോഴേ
തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഔട്ട്ലെറ്റാണ് കുറവൻകുണത്തും പിന്നെ ഒന്ന് ലുലു മാളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മ വീട് വസന്ത ഭവനിലുള്ള വൈകുന്നേരം മാത്രം കിട്ടുന്ന വെജ് പായ ഇഡലി എന്ന് പറഞ്ഞിട്ട്, ഇഡലി വെജ് പായ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതൊരു ചെട്ടിനാട് സ്റ്റൈലിലുള്ള മസാലയാണ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 115 രൂപയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യൽ മസാലയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ആ റേറ്റ് വാങ്ങിക്കുന്നത്. ഇതാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പൊങ്കൽ. നെയ് പൊങ്കലാണ് കേട്ടോ, ഗീ പൊങ്കലാണ്. ഇത് നമുക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവൈലബിളാണ്. പൊങ്കലിൻ്റെ കൂടെ അവർ ചമ്മന്തിയും തരുന്നുണ്ട്, പിന്നെ സാമ്പാറും തരുന്നുണ്ട്. സാമ്പാർ എൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ സ്പെഷ്യൽ ഇഡ്ഡലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ, ആദ്യം അവരുടെ മസാല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ല അത്യാവശ്യം തേങ്ങാപ്പാലും കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സ്പെഷ്യൽ മസാല നല്ലൊരു ടേസ്റ്റുണ്ട്. ചെട്ടിനാട് സ്റ്റൈലിലാണ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അവർ നല്ലൊരു സ്പൈസി മസാല, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല ഉണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലിയായിട്ട് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. ഇപ്പോഴറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് ഇഡ്ഡലിയുണ്ട്. ഇഡ്ഡലി അത്യാവശ്യം നല്ല സ്മൂത്തുണ്ട്. ഗ്രേവി അവർ ഒരുപാട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഇഡ്ഡലിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ അതിന് അവർ മസാല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ലേശം ഇഡ്ഡലിയും ആ ഒരു ചെട്ടിനാടൻ ഗ്രേവി, അതായത് ആ മസാലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ഓ, എന്താ ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആ ഒരു ഗ്രേവിയാണ് കേട്ടോ, വേറെ ലെവൽ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മസാലയിൽ ഇഡ്ഡലിയൊക്കെ ചേർത്തതാ ഇങ്ങനെ കഴിക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വന്നാൽ മതി. നമ്മൾ റേറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റേറ്റ് ആവും കേട്ടോ. നമ്മളിപ്പം ഒരു കറി വാങ്ങിച്ചാൽ തന്നെ അത്രയും റേറ്റ് ആവും. അപ്പോൾ ഇതിലൊരു വലിയ 2 ഇഡ്ഡലിയും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ മസാലയ്ക്കാണ് അവർ എനിക്ക് തോന്നുന്ന റേറ്റ് വാങ്ങിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ഇഡ്ഡലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. മസാല വേറെ ലെവലാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ആണ് അവർ ഈ ഒരു മസാല ചെയ്തിരിക്കുന്നത്. ചെട്ടിനാട് സ്പെഷ്യൽ മസാലയിലിട്ട ഇഡ്ഡലിയാണ്. പൊളി, വേറെ ലെവൽ ദോശയാണ്. പിന്നെ അവർ ആ ഡിഷിനിട്ടേക്കുന്ന പേരും വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ്. ഇഡ്ഡലി വിത്ത് വെജ് പായ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഡിഷിന് പേരിട്ടേക്കുന്നത്. കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി പേരായിരിക്കത്തില്ല. ഇങ്ങനെ ഡിഷൊക്കെ കാണും. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മളല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഷ് കാണുന്നത്, കഴിക്കുന്നത്. കൊള്ളാം കേട്ടോ. മസാല ഒരു രക്ഷയില്ല. മസാല മാത്രമായിട്ട് കഴിക്കാനാണ് ഇതിൽ ടേസ്റ്റ് എന്ന് തോന്നുന്നത് എനിക്ക് കൂടുതൽ. മസാലയൊക്കെ നല്ല നല്ല കട്ടിക്കായിട്ട് അവർ ആ ഗ്രേവി ചെയ്തിട്ടുണ്ട്. പൊളി മസാലയും ഇഡ്ഡലിയും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടേസ്റ്റിൽ ഇഡ്ഡലി കഴിക്കുന്നത്. നമ്മൾ സാധാരണ സാമ്പാർ, ഇഡ്ഡലി, ചമ്മന്തിയൊക്കെ അല്ലേ. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റേറ്റ് ഒന്ന് നോക്കല്ലേ, നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റും. അതുകൂടാഞ്ഞിട്ട് ഇഡ്ഡലിയെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഇഡ്ഡലി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ ഇഡ്ഡലിയാണ് കേട്ടോ. വേണ്ടോ, വലിയൊരു ഇഡ്ഡലിയാണ്. സാധാരണ ചെറിയ ഇഡ്ഡലിയല്ല. അപ്പം നമുക്ക് ഒരാൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയറ് വീർക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വയറ് വീർക്കും കേട്ടോ. എനിക്കിത് 2 എണ്ണം മതിയാക്കും. ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഗ്രേവി കൂടെ ചേർത്ത് കഴിച്ചപ്പോഴേ അത്യാവശ്യം നല്ലതുപോലെ വയറ് വീർത്തിട്ടുണ്ട്. ഈ ഒരു റേറ്റിന് കൊള്ളാം എന്ന് ചോദിച്ചാൽ അവരുടെ സ്പെഷ്യൽ ഡിഷായതുകൊണ്ട് ഈ ഒരു റേറ്റ് അവർ വാങ്ങിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഗ്രേവിയായിട്ട് തന്നെ കഴിക്കണം കേട്ടോ, രക്ഷയില്ല. ഇനി നമുക്ക് അവരുടെ ആ ഒരു നെയ് പൊങ്കൽ, ഗീ പൊങ്കൽ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. പ്രസൻറ്റേഷനൊക്കെ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും പൊങ്കലിൻ്റെ കൂടെ ചമ്മന്തിയും
സാമ്പാറാണുള്ളത്. ജസ്റ്റ് ഇവരുടെ സാമ്പാർ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ആദ്യം തന്നെ സാമ്പാർ മാത്രം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാമ്പാർ കൊള്ളാം കേട്ടോ, പുകഴ്ത്തി പറയല്ല. ചെറിയൊരു മധുരം കൂടെ സാമ്പാറിന് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കൊള്ളാം, പൊക്കി പറയണമല്ല, തള്ളുന്നതല്ല, നല്ല സാമ്പാറാണ്. നമുക്ക് പൊങ്കൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾക്ക് പൊങ്കൽ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ വരാം. സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ രാവിലെയാണ് പൊങ്കൽ അവർ കൊടുക്കാറുള്ളത്, അത് പെട്ടെന്ന് തീർന്നു പോകുമെങ്കിലും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പൊങ്കൽ കഴിക്കാൻ പറ്റും കേട്ടോ. കൊള്ളാം കേട്ടോ, ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്കത് അത്യാവശ്യത്തിൽ കൂടുതൽ അതിൽ ചേർത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ പൊങ്കൽ. സാമ്പാറും പൊങ്കലായിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കുക. കുറച്ച് സാമ്പാർ എടുക്കുക, ആ പൊങ്കലിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുക, കുറച്ചിങ്ങനെ എടുക്കുക കേട്ടോ. മധുരമുള്ള സാമ്പാറും പൊങ്കലും കൂടെ ചേർത്ത് കഴിച്ചപ്പോഴേ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ. പൊങ്കൽ കൊള്ളാം കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഈ ഒരു ഗീ പൊങ്കലിൻ്റെ വില വരുന്നത് 105 രൂപയാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, അത് അവരുടെ സ്റ്റാൻഡേർഡ് റേറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സാമ്പാർ, ചെറിയൊരു മധുരമുള്ള സാമ്പാറും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴേ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വൈകുന്നേരം പൊങ്കൽ കഴിക്കണമെങ്കിൽ ഇവിടെ വരാം കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. പോകണം കേട്ടോ. പിന്നെ ലേശം ചമ്മന്തി കൂടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചത്. നമ്മൾ എവിടെ പോയാലും പൊങ്കലും ചമ്മന്തിയായിട്ട് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടേ ഇപ്പോൾ പൊങ്കലും ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ്, ചമ്മന്തി ഞാൻ സെപ്പറേറ്റ് ടേസ്റ്റ് ചെയ്യാൻ നോക്കില്ല, എങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ചമ്മന്തി കൊള്ളാം കേട്ടോ. ചമ്മന്തി അത്യാവശ്യത്തിനുള്ള തേങ്ങ ഒരുപാട് ചേർത്തിട്ടുണ്ട്. എരിവൊന്നുമില്ല കേട്ടോ, എരിവ് കുറച്ചിട്ടാണ് അവരെ ചമ്മന്തി ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സാമ്പാർ ഡിഫറെൻ്റാണ്, ചെറിയൊരു മധുരമുണ്ട്, ചെറുതല്ല അത്യാവശ്യം നല്ല മധുരത്തിലാണ് അവർ സാമ്പാർ ചെയ്തിരിക്കുന്നത് കേട്ടോ. പുതിയൊരു ടേസ്റ്റുള്ള സാമ്പാറും കൂടെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. പൊളി സാമ്പാറാണ്, രക്ഷയില്ല. എന്തായാലും ഇഡ്ഡലി എല്ലാം ഹെവി ആയിട്ടുണ്ട്. അവരുടെ സ്പെഷ്യൽ പായ ഇഡ്ഡലി അടിപൊളിയായിട്ടുണ്ട്. 2 ടൈപ്പ് ഇഡ്ഡലി ഉണ്ട് കേട്ടോ. പായ വെജ് ഇഡ്ഡലിയും അതുപോലെ സ്വാതി ഇഡ്ഡലിയാണ്. സ്വാതി ഇഡ്ഡലിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പക്ഷേ അവർ പറഞ്ഞു ചെട്ടിനാട് സ്പെഷ്യലായിട്ടുള്ള ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്യണം, അതാണ് ഏറ്റവും നല്ലൊരു ഡിഷ് എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ അത് ട്രൈ ചെയ്തത്. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവരുടെ ആ സ്പെഷ്യൽ ഇഡ്ഡലി, അതായത് വെജ് പായ ഇഡ്ഡലി വേറെ ലെവൽ ടേസ്റ്റാണ്. ചെട്ടിനാട് സ്റ്റൈലിലാണ് കേട്ടോ അവർ ആ മസാല കൂട്ടെല്ലാം ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിയായിട്ട് ആ ഒരു പായയും കൂടെ ചേർത്ത് കഴിച്ചപ്പോഴേ വേറെ ലെവൽ ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം മാത്രം കിട്ടുന്ന പൊങ്കൽ, രാവിലെയല്ല എല്ലാ കടയിലും പൊങ്കൽ കിട്ടാറുള്ളത്, ഇവിടെ നിങ്ങൾക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ പൊങ്കൽ കഴിക്കാൻ പറ്റും. പിന്നെ വെജ് പായ ഇഡ്ഡലി വൈകുന്നേരം മാത്രമേ ഉള്ളൂ കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. റേറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റേറ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഹോട്ടൽ ചെയിനാണ്, അപ്പം അവരുടേതായ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല സർവീസാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫെല്ലാം അടിപൊളി സ്റ്റാഫാണ്. നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ തിരുവനന്തപുരം കുറവങ്കോണം ജംഗ്ഷനിലാണ് ഈ ഒരു നമ്മ വീട് വസന്തഭവൻ ഹോട്ടലുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും